ഫാമിലിയുടെ പറയണം പടം വന്ന് കാണണമെന്ന് അവർ പബ്ലിസിറ്റിയിൽ കൂടെ ഞങ്ങളുടെ പടം സ്പ്രെഡ് ആവുന്നത്. സോ ഡെഫിനറ്റ്ലി താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട് ആൻഡ് വെരി ഹോപ്പ് യു ഓൾ എൻജോയ് ദ ഫിലിം. താങ്ക് യു. പടം വന്ന് കാണുന്നു തിയേറ്ററിൽ തന്നെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട്. നിങ്ങൾ എല്ലാവരും പടം എൻജോയ് ചെയ്തില്ലേ? പാട്ട് വേണോ? താങ്ക് യു. എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയണം കേട്ടോ. പറയോ? എല്ലാവരും പറയാനോട്ടാ, കുറച്ച് ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയാതിരിക്കല്ലേ, മറക്കല്ലേ. വന്നാ ഒന്നും കൂടെ നമ്മള് വരും, ഒന്നുകൂടെ വരും പറയാൻ വേണ്ടി. ഫ്രണ്ട്സിന്റെ അടുത്ത് എല്ലായിടത്തും പറയണം കേട്ടോ. നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ ഇടണേ, ആരും ചെയ്തിരിക്കല്ലേ. ആ ഇഷ്ടമല്ല എല്ലാവർക്കും. വീഡിയോ എടുക്കാൻ പോലും തോന്നിയില്ല. ഏട്ടാ അടിപൊളിയാണ്. Very bright future, one of the best thrillers I've ever seen. I'm Dr. Lalita from Kusut. Thank you so much. അത് അതിന്റെ മേക്കിങ്ങും അതിന്റെ സ്റ്റോറി ഡെവലപ്മെന്റും അതിന്റെ ഹീറോയും നന്നായിട്ട് ചെയ്തു. താങ്ക് യു. Titles are uninterpreted, so automatically the subtitles are shown in English. What is it? Right. Like, what do you mean by that? Subtitles നമ്മൾ കണ്ടില്ല, ഉണ്ടാകുന്നില്ല. But this will be automatically translated. അങ്ങനെ കണ്ടായിരുന്നു. രണ്ട് വേർഷൻ സബ്ടൈറ്റിൽ വേർഷൻ ഉണ്ട്. ഇത് സബ്ടൈറ്റിൽ വേർഷൻ ആയിരുന്നു. So you have a subtitle version. We do. Outside Kerala, right? India, we have subtitle version because we do quite well in places like Chennai and everything. We had a premiere there in Nasri premiere. Oh, I see. Well taken, very well planned. Yours also very well planned. In actor, a full-time actor. So I was actually a BTech graduate in civil engineering, but for the past 3 years I've been exposed to this. Good contribution. Most valuable player. പറയണോ? എല്ലാവരോടും പറയണോട്ടാ. അതുപോലെ വെൽ പ്ലാൻ ഒരു ഫ്രെയിം പോലും വെയിറ്റ് എന്താ പറയുക, വളരെ നല്ല ഒരു മേക്കിംഗ്. എല്ലാവരും പുതുമുഖങ്ങളാണെങ്കിലും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടും ബോറടിക്കാതെ തന്നെ നല്ല സ്റ്റോറി ലൈനാണ്. അത് തുടക്കം മുതൽ ഒടുക്കം വരെ ഒട്ടും ബോറടിക്കാതെ തന്നെ ആ സ്റ്റോറി ലൈൻ കീപ്പ് ചെയ്ത് നല്ലൊരു എൻഡിങ്ങിൽ എല്ലാവർക്കും ഒട്ടും ബോറടിക്കാണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി. നല്ലൊരു മൂവിയാണ്, നല്ല മേക്കിംഗ് ആണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തു. വളരെ നന്നായിരുന്നു. വെൽ പ്ലാൻഡ്. അബ്സല്യൂട്ട്ലി ഒരു ഫ്രെയിം പോലും അതിനകത്ത് വേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അബ്സല്യൂട്ട്ലി എന്താ പറയുക, ഒരു ഇൻട്രീഗിങ് എന്ന് പറയുന്നില്ല നമ്മൾ, മേക്സ് യു സിറ്റ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സീറ്റ് ആൻഡ് വാച്ച്. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. പിന്നെ കുറച്ച് സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ലൗഡായി പോയോന്ന് തോന്നി. ബട്ട് ദ മ്യൂസിക് ഇറ്റ് സെൽഫ് വാസ് സോ ഗുഡ്. പക്ഷെ ടു ലൗഡായിട്ട് തോന്നിയില്ല. വെരി നൈസ്. Thank you.
Thank you. Thank you so much. ഒത്തിരി സന്തോഷം. ആക്ച്വലി ആ കണ്ടു വെച്ചപ്പോഴായിരിക്കും കാണാൻ യൂസ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ബാനറിനൊരു പ്രത്യേക ഒരു താല്പര്യമുണ്ട്. എല്ലാവർക്കും ഗോളം കണ്ടിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓൾ ദോസ് ഹു ഹാവ് നോട്ട് സീൻ ദ ഫിലിം, പ്ലീസ് ഗോ ടു ദ തിയേറ്റേഴ്സ് ആൻഡ് വാച്ച് ഗോളം. ഇതുപോലത്തെ യങ് ആർട്ടിസ്റ്റിനെയും യങ് ടെക്നീഷ്യൻസിനെയും യങ് ഡയറക്ടേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ല സിനിമകളിനെ സപ്പോർട്ട് ചെയ്യുക. So thank you so much for all the love and support. Go and watch it in theaters, send your friends, your family, and make this film a success. Thank you. Second part of Announce him. I would have missed a lot had it not come. പറഞ്ഞിട്ട് മതിയാവുന്നില്ല, അത്ര നല്ലായിരുന്നു. ഞങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തതിനേക്കാളും ഫ്രം 10-year-olds ടു സീനിയർ സിറ്റിസൺസ് നല്ലപോലെ എൻജോയ് ചെയ്യുന്നു. വെരി വെൽ ക്രാഫ്റ്റഡ് ഫിലിമാണ്. ഐ മീൻ Right word, crafted. yes. So, and everyone has done their job perfectly, and we as producers we are extremely glad to be the ones who are giving you this project. എങ്ങനെയാണ് ഈ ടീമിലേക്ക് വരാൻ, എങ്ങനെയാണ് കഥയിലേക്ക് The amazing youngsters, Samjad and Praveen, അവർ ഈ കഥയായിട്ട് നമ്മുടെ അടുത്ത് വന്നു. അവരുടെ ആ ഒരു enthusiasm, കമ്മിറ്റ്മെന്റ് നമുക്ക് അവരുടെ ആ ഫസ്റ്റ് ഡിസ്കഷനിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്തു. എക്സ്ട്രീംലി ടാലന്റഡ്, ഫോക്കസ്ഡ്, കമ്മിറ്റഡ് യങ് പീപ്പിൾ ആണെന്ന് ഫീൽ ചെയ്തു. പിന്നെ അവർ കുറച്ച് ഷോർട്ട് ഫിലിംസും അവരുടെ കുറച്ച് വർക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, വിച്ച് വാസ് വെരി കമൻഡബിൾ. അപ്പോൾ നമുക്ക് അതിലൊരു ശരിക്കും ഒരു ഇൻറ്റൻസ് ആയിട്ട് വെരി ഇൻ്റലിജൻറ്റ് ടു യങ് മെൻ. അപ്പം അവർക്കൊരു നല്ലൊരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്തു ഫ്രം ദ ഫസ്റ്റ് മീറ്റിംഗ്. പിന്നെ സബ്സിക്വൻ്റ് ആയിട്ട് കുറേ ഡിസ്കഷൻസ് ബിറ്റ്വീൻ ദെം ആൻഡ് അസ് ആൻഡ് അവർ ടീം നടത്തി. വെരി പോസിറ്റീവ് ഡിസ്കഷൻസ്. ആൻഡ് അങ്ങനെയാണ് ഗോളം, ഹൗ ഗോളം വാസ് ബോൺ. പിന്നെ ദ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ദ ഹോൾ ടീം, especially all these youngsters, beautiful, very talented, committed youngsters, they came in, the technicians and all the other craftsmen came in, and what you see is the product that we have been very, very proud to produce. The whole team Golam has been a very wonderful experience, and I think the cinema is, the film is doing well with wonderful positive reviews everywhere. അപ്പം നമ്മൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ പ്രേക്ഷകർ ഇതുപോലത്തെ നല്ല പുതുമുഖങ്ങൾ വെച്ചെടുക്കുന്ന സിനിമകളെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഇതുപോലെ ഇനിയും പ്രോജക്ട്സ് ഇതുപോലെ തന്നെ പുതിയ ടാലൻസിനെ വെച്ച് ചെയ്യാനുള്ളൊരു വെരി ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ഫ്രീക്വൻ്റ് ഫിലിം ക്രിയേഷൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ നല്ല നല്ല പ്രോജക്ട്സ് മുന്നോട്ട് വരട്ടെ എന്നുള്ളൊരു ആശ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഇതിന്റെ ആദ്യം മുതൽ അവസരം വരെ അതിന്റെ ആ ക്യാരക്ടർ വളരെയധികം ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറുടെ അതേ എന്താ പറയുക അതേ പേസിൽ തന്നെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കീപ്പ് ചെയ്തു. എങ്ങനെ തോന്നുന്നു ഈ ക്യാരക്ടറിലേക്ക് എങ്ങനെയാണ്? ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ഒരു നല്ല റിസപ്ഷൻ കിട്ടാൻ വേണ്ടി. സോ ഈ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ 2 പടങ്ങൾ കുറച്ചുകൂടി കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറീസ് ആയിരുന്നു. അതിലൊരു പയ്യനായിട്ടാണ് ഞാൻ ക്യാരക്ടർ അവതരിപ്പിച്ചത്. ഇതിൽ കുറച്ചുകൂടി ഒരു മെച്യൂർ പെർഫോമൻസാണ് ഡിമാൻഡ് ചെയ്തത്. കാരണം കഥ അത് ഡിമാൻഡ് ചെയ്തു. ആൻഡ് ജസ്റ്റ് ടോക്കിംഗ് ഫോർ ദ ഹോൾ ഫിലിം ആസ് എ ഹോൾ.
കാരണം എനിക്ക് എപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നു നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ഈസ് റിയലി അക്സെപ്റ്റബിൾ. നമ്മൾ ഒരു എക്സ്പെരിമെന്റ് നടത്തിയാൽ അവരത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അവര് മൂവ് ചെയ്യും. കാരണം ഇതിനകത്ത് സ്റ്റാർ വാല്യൂ ഇല്ലെങ്കിലും നമ്മുടെ ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. സോ ക്വാളിറ്റി കോണ്ടന്റിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. സോ അതും ഇവർ സ്വീകരിച്ചു. സോ ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ നല്ല റിവ്യൂസ് കിട്ടുന്നത്, നല്ല റിസപ്ഷൻ കിട്ടുന്നത്. സോ താങ്ക് യു സോ മച്ച് everybody. താങ്കളെ കാണുമ്പോൾ നമുക്ക് ആ സിനിമയിലത്തെ ആ ക്യാരക്ടർ മനസ്സിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഒന്ന് പ്രേക്ഷകർക്കായിട്ടൊന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കും. എൻ്റെ പേര് നൈൻ നരിക്സ്, ഫയാസ് എന്നാണ് ക്യാരക്ടർ പേര്. എൻ്റെ ഫസ്റ്റ് ഫിലിമും കൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഐ തിങ്ക് വൺ ഓഫ് ദ മോസ്റ്റ് ചാലഞ്ചിങ് റോൾസ് ആണ് എൻ്റെ ഫസ്റ്റ് ഫിലിം കിട്ടിയത്. കാരണം എൻ്റെ ക്യാരക്ടറിനകത്ത് ക്ലാസ്സസ് ആണ്. ഇത് ശരിക്കും ഒരു റിയൽ ക്ലാസ്, റിയൽ ക്ലാസ് വെച്ച് ആക്ട് ചെയ്യുക പറഞ്ഞാൽ വെരി ചാലഞ്ചിങ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഫോർ എ ഫസ്റ്റ് ടൈം. ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഐ തിങ്ക് ഐ വുഡ് ലൈക്ക് ടു താങ്ക് എന്നെ ആദ്യം എടുത്ത് സംജാത് പ്രവീഷ് എന്നാണ് കാസ്റ്റ് ചെയ്തത്. പിന്നെ ഈ ഫസ്റ്റ് ഫിലിം എന്നുള്ള നമ്മുടെ ഈ 40 days ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു വിത്ത് ദീസ് അമേസിംഗ് co-stars വിത്ത് മീ. ഐ തിങ്ക് യു ആർ ലൈക്ക് എ ഫാമിലി. ഒരു 40 days നമ്മളൊരു ഫാമിലി പോലെ തന്നെയായിരുന്നു. സോ I mean, all of us have done our part well, and നമുക്ക് അതിൻ്റെ റിവ്യൂസ് we are extremely happy and blessed to get such good reviews from you all. So I hope the reviews keep coming, and I hope you all share the word of Golem and support our youngsters. എൻ്റെ പേര് ഗായത്രി. ഇതിൽ നീലിമ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇവിടെ നയനാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഇത് ഫസ്റ്റ് ഫിലിമാണ്. ഐ ആം more than happy that ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പ്രൊഡക്ഷൻ ഹാസ് ട്രസ്റ്റഡ് us, ഡയറക്ടർ എനിക്ക് ട്രസ്റ്റ് ചെയ്തു. ആൻഡ് it feels good that everyone is giving us so much positivity. എല്ലാ സ്ഥലത്തു നിന്നും നല്ല റിവ്യൂസും നല്ല കാര്യങ്ങളാണ് കേൾക്കുന്ന സിനിമയെ പറ്റി. സോ I would request you all to watch the film with your family. എല്ലാവരുടെ അടുത്തും പോയി പറയുക and give us more opportunity to be part of more films like this. So thank you for accepting us. ഹായ്, എൻ്റെ പേര് ശീതൽ. ഈ ക്യാരക്ടർ മൂവിയുടെ പേര് നീന എന്നാണ്. സോ ദിസ് മൈ ഫസ്റ്റ് മൂവി. അപ്പം എപ്പോഴും ഈ കുഞ്ഞ് കാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവി വരുമ്പോൾ ആൾക്കാർക്ക് തിയേറ്ററിൽ പോയി കാണാൻ കുറച്ച് മടിയായിരിക്കും. ഇവൻ ഞാനാണെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ട് ആളായിരുന്നു. പക്ഷേ എപ്പോഴും കോൺസെപ്റ്റ് നല്ലതാണെങ്കിൽ ആൾക്കാർ പടത്തിന് ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അംഗീകരിക്കും എന്നുള്ളത് ഇപ്പം ഗോളം കണ്ട് ആ റിസൾട്ട് കണ്ടത് മനസ്സിലാക്കണം വിചാരിക്കുന്നു. സോ ഗോളത്തിൽ തന്നെ സെലക്ട് ചെയ്ത അഭിരാജ് ചേട്ടൻ ആയിക്കോട്ടെ, ഡയറക്ടർ സംജാത് ആയിക്കോട്ടെ, ഫ്രേഗ്രൻ ആയിക്കോട്ടെ, ഫ്രേഗ്രൻ നേച്ചറിന്റെ പാനലിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിലും ഐ എം സോ താങ്ക്ഫുൾ. താങ്ക് യു സോ മച്ച്. ഞാൻ രാജി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഈ പടം എല്ലാവരും സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി. അതുപോലെ ഈ സിനിമ കണ്ടവരെ കാണാത്തവരോട് പറയാം, നിങ്ങളുടെ ഫാമിലിയിലേക്ക് സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് എഴുത. ക്യാരക്ടർ നീ അറിയുന്നതാണ്. അതുപോലെ തന്നെ ഡയറക്ടർ എല്ലാവരോടും റൈറ്റർ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള എല്ലാവരോടും എന്നെ കാസ്റ്റ് ചെയ്ത് ജീവിച്ചിട്ടുള്ള എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. വളരെ നല്ല റിവ്യൂസാണ് എല്ലാ ഭാഗത്തും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് നമുക്ക് കിട്ടിയിട്ടില്ല, ഇതുവരെ കേൾക്കാൻ പറ്റില്ല എന്നാണ് എനിക്കൊരു സന്തോഷം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ കാണും. ഫാമിലിയായിട്ടോടെ കാണിക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. കാരണം മറ്റുള്ള പ്രയോഗങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം എല്ലാവർക്കും ഫാമിലിയായിട്ടും നല്ല ഇൻട്രസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നൊരു മൂവി തന്നെയാണ്. കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ കുറേ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ മൂവിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ക്യാരക്ടറിൻ്റെ പേര് അരുൺ എന്നാണ്. എൻ്റെ പേര് അനുവരണ്ടൻ. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അരുൺ എന്നാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. എന്നെ കാസ്റ്റ് ചെയ്തതും സംസാരമൊക്കെ നമുക്ക് നല്ല രീതിയിലാണ് നമുക്ക് ക്യാരക്ടർ എന്ന് പറഞ്ഞു തന്നത്. നമ്മൾ എല്ലാവർക്കും സ്ക്രിപ്റ്റ് റീഡിങ്ങും ആക്ടിങ് വർക്ക്ഷോപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ നല്ലൊരു ടീമായിട്ട് സെറ്റായത്. പക്ഷേ പുതിയ ആൾക്കാരായതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എങ്ങനെ നമ്മളെ സിനിമ ഇറങ്ങുമ്പോൾ എടുക്കുന്ന അറിയത്തില്ലായിരുന്നു. പക്ഷേ ജനങ്ങളെല്ലാവരും നമ്മളെ സിനിമ കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഗോളം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുക. ഞങ്ങളെ പോലുള്ള കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ. ആ പ്രതീക്ഷയാണ് ഇരിക്കുന്നത്. ഓക്കെ, താങ്ക്സ്. ഒരുപാട് സന്തോഷം. ഇത് എൻ്റെ സെക്കൻഡ് ഫിലിമാണ്. മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്നത് ക്രിയേഷൻസ്. പ്രണയം മുതൽ തുടങ്ങി അവരുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജേർണി പേഴ്സണലി നന്നായി ഒബ്സർവ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പെർസ്പെക്റ്റീവ്
അവർ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ബ്രില്യൻ ടു സീ ദം ഗിവിംഗ് ഓപ്പർച്യൂണിറ്റീസ് ടു ന്യൂ കമേഴ്സ് ലൈക്ക് സംജാതൻ പ്രവീൺ നമ്മുടെ ലോകത്തിൻ്റെ മേക്കേഴ്സ് റൈറ്റേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് സംജാവ്. I think it's a very promising thing. It gives all of us hope to see banners like Cradle Days of Innovations, doing things like this, which will bring about a lot of much needed change in the industry. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പെർസ്പെക്റ്റീവ് പുതുതായിട്ട് എന്ത് കാര്യം ചെയ്യാനാണ് ഒരിക്കലും നമ്മുടെ ആ തോട്ട് പ്രോസസ് റെസ്ട്രിക്ട് ചെയ്യാത്ത ക്ലയൻറ്റ് ഉണ്ടാവാൻ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ത്രില്ലർ പടങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ് വി കാൺട്ട് റിവീൽ മച്ച് ബിഫോർ റിലീസ്. We had to create the pre-release hype with only one trailer. We are very proud to say that for Golem we managed to crack the first ever augmented reality interactive experience in Malayalam cinema. ആ ഒരു ധൈര്യം എനിക്ക് കിട്ടുന്നത് when I get producers like Ann Chichi and Saji Vet. They have become family over the years. I am fortunate that I got to work with them in Mike, Ranjit's first film, and now our journey with Golem is going very strong. ഒരുപാട് സന്തോഷം. And it's so nice to see people like all of you communities across the globe accepting our film. Golem has truly become global, and I think we are all like accepting the fact that all the hard work each one of them have put in ഇത്രയും കാലം കൊണ്ട് അവരെല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. As a team we are collectively working. It's true that when we walk together we can go a longer distance. So I think this is a true example of that. And it's really, I'm hoping as a part of the audience, I would love to watch Golem 2. I hope they announce it very soon. Because നമ്മൾ ഒരു ക്ലിപ്പ് ഹാങ്ങിങ് സിറ്റുവേഷനിൽ നിർത്തിയിട്ടാണ് സിനിമ തീർന്നിട്ടുള്ളത്. One of the most interesting reviews I had was from Shasam. He was saying, കട്ടപ്പ എന്തിന് ബാഹുബലിയിലേക്ക് കൊണ്ടു എന്നുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ എല്ലാവരും. So it's so nice, and we are getting excellent support from our media regionally. Big thank you to all our partners, media associate vendors, our entire cast and crew. Really grateful. Actually, the first predominant emotion right now in all our hearts is gratitude. We are really grateful. Thank you. ഒരു ശകലം പോലും ഷെയർ ചെയ്താൽ ഐ വിൽ നോട്ട് ബി ഡൂയിങ് ജസ്റ്റിസ് ടു ദ ടീം ഗോളം. അതുകൊണ്ട് ആ ആൻറ്റിസിപ്പേഷനിൽ നമ്മൾ നിർത്തിയേക്കുവാണ്. നമ്മൾ അനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി വിൽ അനൗൺസ് ഇറ്റ്. ആൻഡ് ഒരു കാര്യം മാത്രം ഗ്യാരണ്ടി ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറം നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. സോ വെയിറ്റ് ഫോർ ഗോളം 2. ഇറ്റ് വിൽ ബി അമേസിങ്. മൂവിയുടെ മൊത്തം ക്രൂ നമ്മുടെ കൂടെയുണ്ട്. പ്രൊഡ്യൂസറുണ്ട്, നമ്മുടെ ആക്ടറുണ്ട്. രഞ്ജിത്ത് സജീവ് ഈസ് എ ബ്രില്യൻറ്റ് ആക്ടർ. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം പുതുമുഖങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ട് നമ്മൾ അവരെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും, എസ്പെഷ്യലി ആസ് എൻ ആക്ട്രസ്. നമ്മളൊരു ആക്ടിങ്ങിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോഴും ആ ഒരു പ്രമേയത്തിന് ഏത് രീതിയിൽ ആ കഥയെ അവതരിപ്പിച്ചു എന്നുള്ളത് പുതുമുഖ സംവിധായകനായിട്ട് വളരെ ഭംഗിയായിട്ട് അത് ചെയ്തു എന്നുള്ളത്. ഇതിനകത്തുള്ള എല്ലാ ക്യാരക്ടറും അതിൻ്റെ ആ ക്യാരക്ടറിൽ നമ്മൾ നീതി പുലർത്തിയിട്ടുണ്ട്. നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് ഒട്ടും ബോറടിക്കാതെ തന്നെ ഈ മൂവി ഒരു ത്രില്ലറായിട്ട് പോലും ആ കുറ്റാന്വേഷണം, ഒരുപാട് കുറ്റാന്വേഷണ കഥകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിനൊരു വെറൈറ്റി ആയിട്ട് ഒട്ടും കോപ്പി ഇല്ലാതെ മറ്റുള്ള മൂവികളിൽ നിന്നും ഒന്നും കടമെടുക്കാതെ തന്നെ തനതായ ഒരു ശൈലിയിലും അവതരണത്തിലും ഈ മൂവി ഈ ഗോളം മികച്ചതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് താങ്ക്സ് ടു ദി ന്യൂ കമേഴ്സ്, സ്പെഷ്യലി ആൻഡ് സജീവ്. ഇങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവണം. നമ്മളെപ്പോലത്തെ ആക്ടേഴ്സിനൊക്കെ കുറേ കൂടെ ചാൻസ് ഇനി ഉണ്ടാവണം എന്നുള്ളതാണ്. ഇങ്ങനത്തെ നല്ല പ്രമേയങ്ങൾ ഒരു കഥ കേട്ടപ്പോൾ തന്നെ അവർക്ക് ആ ഒരു അതിൻ്റെ ഒരു അട്രാക്ഷൻ മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവി ഇനീഷ്യേറ്റ് ചെയ്തതെന്നാണ് അത് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാവട്ടെ, ഇങ്ങനത്തെ സംവിധായകർ ഉണ്ടാവട്ടെ, ഇങ്ങനത്തെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവട്ടെ, ഇങ്ങനത്തെ ബ്രില്യൻ്റ് ആക്ടേഴ്സ് ഉണ്ടാവട്ടെ എന്ന് ഒന്നും കൂടെ ഞാൻ ആശംസിക്കുന്നു. രണ്ടാം ഇതിൻ്റെ ഗോളം സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, the whole crew has really put in, each one has put in the best effort possible. പക്ഷേ നമ്മളിപ്പോൾ ക്രൈം ത്രില്ലർ കണ്ടിട്ടുണ്ട്, മർഡർ സ്റ്റോറീസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഓഫീസിലുള്ള എൻ്റയർ സ്റ്റാഫ് കൂടി പ്ലാൻ ചെയ്ത് ഒരേ ഒരു വ്യക്തിയെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പണിഷ്മെൻറ്റ് അവർ കൊടുത്തു എന്നുള്ളത്, ഇത് ഇങ്ങനെ ഒരു സിനിമ ഞങ്ങൾ പറയുന്നത്. ഞാൻ ഒരുപാട് സിനിമ ജീവിതത്തിൽ കാണുന്നതാണ്, ഒറ്റ സിനിമ പോലും വിടാതെ കാണുന്നതാണ്. പക്ഷേ ഒരു എൻ്റയർ ഓഫീസിലെ സ്റ്റാഫ് മുഴുവനും ആണ് ഈ മർഡർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിനൊരു വളരെ വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ ഐ വുഡ് സേ that the nature of the film is really fragrant.